നിങ്ങളുടെ ജീവിതത്തില് സംഭവിക്കുന്ന ചില കാര്യങ്ങൾ യാദൃശ്ചികമാണോ? ഇന്ന് നമ്മൾ നോക്കുന്നത് അതാണ്. നമസ്കാരം. ഞാൻ ഗംഗാമ്മ. നമ്മുടെ ജീവിതത്തില് ചില സംഭവങ്ങൾ വരും. നമ്മൾ ആലോചിക്കും എന്തുകൊണ്ടാണ് ഇത് എനിക്ക് മാത്രം സംഭവിക്കുന്നത്? എന്തിനാണ് ചിലർ വന്നു പോയത്? എന്തുകൊണ്ട് ചില വാതിലുകൾ എനിക്ക് മാത്രം എൻ്റെ മുമ്പിൽ മാത്രം അടയുന്നു? പക്ഷെ ഒരു സത്യമുണ്ട് കേട്ടോ. എന്താണെങ്കിൽ ജീവിതത്തിലെ എല്ലാ നഷ്ടവും നഷ്ടങ്ങളല്ല. ചിലത് ജീവിതത്തിന്റെ വഴിത്തിരിവാണ്. നിങ്ങൾക്കറിയാം എൻ്റെ ഫാമിലി ലൈഫ് എല്ലാം ഉപേക്ഷിക്കേണ്ടി വന്നു ഒരു സുപ്രഭാതത്തില്. മക്കള്, ഭർത്താവ് എല്ലാം. അപ്പൊ ഞാനും വളരെയധികം സങ്കടപ്പെട്ടു. എന്തുകൊണ്ട് എനിക്കിങ്ങനെ വന്നു? എന്ത് തെറ്റ് ഞാൻ ചെയ്തു? ആർക്കും ഒരു ദ്രോഹം ചെയ്യാതെ എനിക്ക് ഒരു അവസ്ഥ വന്നല്ലോ എന്നുള്ള പരിതാപകരമായ ഒരു സാഹചര്യത്തിൽ കൂടെ 2 വർഷം ഞാൻ കടന്നുപോയി. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ചിലത് നമ്മുടെ ജീവിതത്തിലേക്ക് വരണത് അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോവണത് നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ചില വേദനകൾ നമ്മളെ തകർക്കാനല്ല, നമ്മളെ ശക്തരാക്കാൻ വേണ്ടിയിട്ടാണ്. ചില പിരിയലുകൾ, ഈ നഷ്ടപ്പെടലുകൾ, എനിക്ക് നഷ്ടപ്പെട്ട പോലെ ചില പിരിയലുകൾ, നഷ്ടപ്പെടലുകളെല്ലാം പക്ഷെ പിന്നീട് മനസ്സിലാവും അതൊരു അവസാനമല്ലായിരുന്നു. അത് നമുക്ക് പുതിയൊരു തുടക്കത്തിനുള്ള ഒരു അവസരമായിരുന്നു. നമ്മളുടെ ഒരു ശുദ്ധീകരണം നടക്കുകയായിരുന്നു എന്ന്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ജീവിതം ചിലപ്പോൾ നമ്മളെ ഒറ്റപ്പെടുത്തും, ചിലപ്പോൾ കഷ്ടപ്പെടുത്തും. ചില ആളുകളിൽ നിന്ന്, ചില ശബ്ദങ്ങളിൽ നിന്ന്, ചില ബന്ധങ്ങളിൽ നിന്ന്, ചില സ്ഥലങ്ങളിൽ നിന്ന്, നമ്മുടെ ആഗ്രഹങ്ങളിൽ നിന്ന് എല്ലാം നമുക്ക് നഷ്ടപ്പെടലുകൾ മാത്രമായിരിക്കും. പക്ഷെ പലപ്പോഴും അതാണ് അതിന്റെ സത്യാവസ്ഥ എന്താണെങ്കിൽ പുറത്തെ ശബ്ദം കുറയണം. നമ്മൾ നമ്മളെ കണ്ടെത്താൻ നമ്മുടെ ഉള്ളിലെ ഇന്നർ വോയിസ് കേൾക്കണം. അപ്പോ പുറത്തെ ശബ്ദം കുറയണമെങ്കിൽ എന്ത് വേണം? നമ്മൾ ആ കമ്മിറ്റ്മെന്റ് എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടേ പറ്റുള്ളൂ. അപ്പോ നമ്മുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നതെന്ന് ചിലപ്പോൾ നമ്മൾ വൈകിട്ടാവും തിരിച്ചറിയാം. എങ്കിലും ഒന്ന് ഓർത്തു നോക്കൂ, ദൈവത്തിന്റെ സമയം ഒരിക്കലും തെറ്റില്ല. നമ്മളാണ് തെറ്റായിട്ട് ചിന്തിക്കണത്. നമ്മളെ പ്രപഞ്ചം തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ അതൊന്നും തെറ്റായിട്ടല്ല നമ്മളിലേക്ക് വരുന്നത്. നമ്മളെ ശുദ്ധീകരിക്കുകയാണ്. നമ്മൾ ചിലപ്പോൾ ജീവിതം നല്ലതൊന്നും ഒരുപക്ഷെ നൽകിയിട്ടുണ്ടാവില്ല. നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ കരയാൻ മാത്രമായിരിക്കും നമുക്ക് സമയം ഉണ്ടാവുക. ഒരുപാട് നമ്മൾ കരഞ്ഞിട്ടുണ്ടായിരിക്കും. നമുക്ക് വേണ്ടി ആരും കരയാണ്ടാവില്ല. ഒരു സിമ്പതിയും ഒരു എമ്പതിയും നമ്മളോട് ഉണ്ടാവില്ല. കാരണം ആ ഒരു ഘട്ടം അനിവാര്യമാണ്. പക്ഷെ അത് നമ്മൾ മാത്രം തിരിച്ചറിയാൻ വൈകും. മറ്റുള്ളവർ നമ്മളെ കുറ്റപ്പെടുത്തും. എല്ലാവരും നമ്മളെ തള്ളിക്കളഞ്ഞു അല്ലെങ്കിൽ നമ്മളെ ഉപേക്ഷിച്ചു എന്നുള്ളതാണ് നമ്മളിൽ തോന്നുക. മറ്റൊരാൾക്ക് തോന്നുക അവർ ചെയ്തതെല്ലാം തെറ്റായിരുന്നു. ആ സ്ത്രീ അല്ലെങ്കിൽ ആ വ്യക്തി റോങ് പാത്തിലാണ് സഞ്ചരിക്കുന്നത്. പക്ഷെ അത് തെറ്റാണ്. അങ്ങനെയല്ല. കാരണം ഒരു കാലഘട്ടം കഴിഞ്ഞിട്ട് പുതിയൊരു കാലഘട്ടത്തിന്റെ തയ്യാറെടുപ്പ് ആണ് നടക്കുന്നത്. അപ്പോൾ ഉയർന്ന നിലയിലേക്കും കൂടുതൽ വ്യക്തമായ ജീവിതത്തിലേക്കും നമ്മൾ യാഥാർത്ഥ്യത്തിലേക്കും നമ്മൾ നയിക്കപ്പെടുകയാണ്. അപ്പോൾ ചിലപ്പോൾ ജീവിതം എല്ലാം എടുത്തു കളഞ്ഞ പോലെ തോന്നാം. അതുപോലെ തന്നെ നമുക്ക് ഒരു നമ്മുടെ ശക്തി എന്താണെന്ന് നമ്മൾ മാത്രം തിരിച്ചറിയണില്ല. പക്ഷെ അതിനുള്ള യാത്രയിൽ നമ്മളെ പരുവപ്പെടുത്തിയെടുക്കുകയാണ്. എന്നെ തേടി വരേണ്ടത് എന്നെ വിട്ടുപോകില്ല. എന്നെ വിട്ടുപോകുന്നത് എന്റേതായിരുന്നില്ല. അത്രയാണ് നമ്മൾ വിചാരിക്കുന്നതുള്ളൂ. കാരണം നമ്മളെ തേടി വന്നതൊന്നും നമ്മൾക്ക് സ്വന്തമല്ല. നമ്മൾക്ക് വിട്ടുപോയതൊന്നും നമ്മുടേതായിരുന്നില്ല. ഇനി കരയേണ്ട സമയമല്ല നമുക്കുള്ളത്. കാരണം ഇനി എന്താണെങ്കിൽ നമ്മളുടെ ജീവിതത്തില് നമുക്കായി കാത്തുവച്ചൊരു മെസ്സേജ് ഉണ്ട്. എവിടെ? പ്രപഞ്ചത്തില്. അവേക്കനിങ്. നമ്മളുടെ എനർജി അവേക്കനിങ് ആവുകയാണ്. നമ്മളുടെ ചിന്തകള്, അതുപോലെ തന്നെ നമ്മളുടെ ബോധമണ്ഡലം ഉണരുകയാണ്. നമ്മളെ കൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് ഒരുപക്ഷെ ആവശ്യങ്ങളുണ്ടായിരിക്കാം നമ്മുടെ എനർജിയില്. അതൊരു പക്ഷെ ഒരു വാക്കുകൊണ്ടായിരിക്കാം, ഒരു തലോടലായിരിക്കാം, ഒരു ചേർത്ത് പിടിക്കലായിരിക്കാം. ഇതിനൊക്കെ നമ്മുടെ എനർജി ഉണർന്നേ പറ്റുള്ളൂ. ഒരു അവേക്കനിങ് നമ്മളിൽ ഉണ്ടായേ പറ്റുള്ളൂ. ഇപ്പൊ ജീവിതം നമ്മള് എപ്പോഴും പീസ്ഫുൾ ആയിരിക്കണമെന്നില്ല. പക്ഷെ നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. നമ്മളെ തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ പിന്നെയും നമുക്ക് കരയേണ്ടി വരില്ല. വിട്ടുപോയതിനെ കുറിച്ച് സങ്കടപ്പെടേണ്ടി വരില്ല. നമ്മൾ തള്ളിക്കളയപ്പെട്ടവരല്ല. നമ്മൾ തെരഞ്ഞെടുക്കപ്പെട്ടവരാണ്. ആ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കാണ് ഉയർന്ന ബോധതലത്തിലേക്ക് പോകാൻ പറ്റുള്ളൂ. വ്യക്തമായ ജീവിത വഴി കണ്ടെത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഇത്തരം അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനൊരു കാരണമുണ്ട്. കാരണം പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയോ പദ്ധതികൾ നടപ്പാക്കാൻ പോകുന്നുണ്ട്. ജീവിതം വഴിമുട്ടിയിട്ടില്ല. ഒന്നും നഷ്ടപ്പെട്ടിട്ടില്ല.
പുതിയതാണ് നിങ്ങൾ ഈ പാമ്പ് പടം പൊഴിക്കണത് കണ്ടിട്ടില്ലേ? ആ പഴയതാണ് പൊളിച്ചു കളയണത്. പുതിയത് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് പഴയത് പൊളിച്ചു കളയുന്നത്. ഇതേപോലെ ഒരു പൊളിച്ചെഴുത്തും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതം ഇവിടെ അവസാനിച്ചിട്ടില്ല. നിങ്ങൾ പുതിയതായി തിരഞ്ഞെടുക്കപ്പെട്ടു. നിങ്ങൾക്ക് എന്തൊക്കെയോ ചെയ്യാനുണ്ട്. പ്രപഞ്ചത്തിന് വേണ്ടി തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തിയാണ് നിങ്ങളെന്ന് മനസ്സിലാക്കണം. അതോടെ നിങ്ങളുടെ കണ്ണുനീര് ആ കണ്ണും നിങ്ങൾ തുടയ്ക്കുക. അവിടെ മനസ്സിലാക്കുക, ശക്തമായ കാവലുണ്ട്. പ്രപഞ്ചത്തിന്റെ കാവൽ നിങ്ങളുടെ കൂടെ സദാസമയം ഉണ്ടായിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ഒരിക്കലും ഒന്നും സംഭവിക്കില്ല. നിങ്ങളെ പഴി പറഞ്ഞവരും കുറ്റപ്പെടുത്തിയവരും ഒറ്റപ്പെടുത്തിയവരും നാളെ നിങ്ങളെ തേടി വരണ ഒരു കാലം വരും. അതുവരെ നിങ്ങൾ പ്രവർത്തിക്കാൻ സജ്ജരായിരിക്കുക. ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങളും ചെയ്യുക. ജീവിതം എന്താണെന്ന് പഠിക്കുക. അതിൽ നിന്ന് സാഹചര്യങ്ങളും പഠിക്കുക. നിങ്ങളുടെ ഉണർവിന് വേണ്ടിയിട്ട് നിങ്ങൾ പ്രയത്നിക്കുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.